അപ്പൊ ചേച്ചി, ഇനി നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞ ചേച്ചി കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന സെഗ്മെന്റ് ആണ്. അപ്പൊ ഇന്നും നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ എപ്പിസോഡിൽ ഒരു ഗായികയാണ്, ഒരു മ്യൂസിക് ടീച്ചറാണ്, ഒരു ഭാര്യയാണ്, അമ്മയാണ്. അപ്പോൾ എല്ലാ ജോലികളും അറ്റ് എ ടൈം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. എന്തായാലും ഒരുപാട് സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലത റാണി. അപ്പൊ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പറയൂ ചേച്ചി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നന്നായി പോകുന്നു. ഞങ്ങൾ ഇങ്ങനെ ഇൻട്രോയിൽ പറയായിരുന്നു, അതായത് ഒരു അമ്മയാണ്, ഭാര്യയാണ്, മ്യൂസിക് ടീച്ചറാണ്, അതിൻ്റെ കൂടെ സംഗീതം പ്രാക്ടീസും കാര്യങ്ങളും. ഈ ഏജ് എപ്പോഴും ഒരു നമ്പറാണ് എന്ന് തെളിയിക്കുന്ന ചില ആൾക്കാരെ കാണുമ്പോഴാണ് ഓക്കെ, ഞാൻ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എന്നാ എൻ്റെ പാട്ടൊന്ന് മാറ്റി വെച്ചേക്കാം, അങ്ങനെയൊക്കെ ഒരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ട് ഒരു സിറ്റുവേഷൻ ലൈഫിൽ വന്നിട്ടുണ്ടോ? ഒരു പക്ഷേ മാരേജ് വരെ ഓക്കെ ആയിരുന്നു. പിന്നെ നമുക്കൊരു ചിന്ത വരുമല്ലോ അത് കഴിയുമ്പോൾ എങ്ങനെയാവും. പക്ഷേ ഭാഗ്യത്തിന് അദ്ദേഹം എല്ലാ സപ്പോർട്ടും ഹെൽപ്ഫുള്ളും ആണ്, എല്ലാ കാര്യവും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കാൻ പറ്റുന്നത്. ഏത് സ്കൂളിലാണ് മ്യൂസിക്? ഞാൻ SVM സെൻട്രൽ സ്കൂൾ നേമം. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മോള് ഒരാള് അശ്വതി കീർത്തന, ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ ചെയ്യുന്നു. പാടും മോള്. അപ്പോ ഈ ചേച്ചി എത്ര വയസ്സ് മുതലാണ് പാട്ട് പഠിച്ചു തുടങ്ങിയത്? ചെറുപ്പത്തിലെ പാട്ട് പഠിക്കുന്നു. ഞങ്ങളുടെ സംഗീത കുടുംബം തന്നെയാണ്. അച്ഛൻ സംഗീതജ്ഞനാണ്, വയലിനിസ്റ്റ് ആണ്. ദേവരാജ മാസ്റ്ററുടെ ടീമില് വയലിനിസ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഗീത ടച്ച് ഉണ്ട് ചെറുപ്പത്തില്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ അമ്മ റിട്ടയർഡ് മ്യൂസിക് ടീച്ചറാണ്. പിന്നെ കാഥിക വാമനപുരം CS വസന്തകുമാരി. അപ്പോൾ അതുകൊണ്ട് എന്നെ ആ മ്യൂസിക് ഇതിലേക്ക് വിട്ടു. ഞാൻ ഗവൺമെൻറ് വിമൻസ് കോളേജിൽ MA കഴിഞ്ഞു. MA സെറ്റും മ്യൂസിക്കിലാണുള്ളത്. പിന്നെ ഒരു ട്രെയിൻഡ് സർട്ടിഫിക്കറ്റ്, ടീച്ചേഴ്സിൻ്റെ ട്രെയിൻഡ് സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് സ്കൂളിൽ സബ്ജക്റ്റും കൂടെ ഹാൻഡിൽ ചെയ്യുന്നു. എൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി കേട്ടു, അതായത് ഓൾ ഇന്ത്യ റേഡിയോയില് അവിടെയും ഒരു സ്ഥാനം, അവിടെ ഒരു സ്ഥാനം ഉറപ്പിച്ചു. ലൈറ്റ് മ്യൂസിക്, അതെങ്ങനെയാണ്? ലൈറ്റ് മ്യൂസിക് അവിടെ ഓഡിഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ലൈറ്റ് മ്യൂസിക്കിന് B ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഓഡിഷൻ അറ്റൻഡ് ചെയ്തു പോയിട്ട്. അതെ. അപ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു 6 മാസം കൂടുമ്പോൾ അവർ ലൈറ്റ് മ്യൂസിക്കിന് വേണ്ടി വിളിക്കാറുണ്ട്. സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട്, റെക്കോർഡിംഗ്, അങ്ങനെയൊക്കെ പോകുന്നു. ഒരുപാട് ആൽബംസ്, ഡിവോഷണൽ, അങ്ങനെ ഇതൊക്കെ പാടിയിട്ടുണ്ട്. ഏകദേശം എത്ര ആൽബംസിൽ പാടി? ഏകദേശം ഒരു 400-നകത്ത് പാട്ടുകൾ എല്ലാം കൂടെ ചേർന്ന് പാട്ടുകൾ പാടി. ഈ സിനിമ പാടണം അങ്ങനെ എന്തെങ്കിലും മോഹം മനസ്സിലുണ്ടോ? മോഹം സ്വാഭാവികമായും എല്ലാ ഗായകർക്കും ഉണ്ടാകുന്നതാണ്. പിന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു 2 സിനിമയ്ക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്. ഒപ്പ് കടലാസ്, റിതം എന്ന് പറഞ്ഞിട്ട് ഈ 2 ഇപ്പം ഇല്ല, പ്രോസസ്സിംഗ് നടക്കുന്നേ ഉള്ളൂ എന്നാണ് കേട്ടത്. അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്ക് ആ സിനിമകളൊക്കെ കാണാൻ, അതിലൂടെ ചേച്ചിയുടെ പാട്ടുകൾ കേൾക്കാൻ സാധിക്കട്ടെ. നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി പരിചയപ്പെടാം. നമസ്കാരം, രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ചേച്ചിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഇദ്ദേഹമാണെന്ന്. അപ്പോൾ ചേട്ടന്റെ പേര്? എൻ്റെ പേര് മുരളീധരൻ. പാട്ടുകൾ ഒരുപാട് ഇഷ്ടമുള്ള ആളായിരുന്നോ പണ്ട് മുതലേ? ചേട്ടൻ അപ്പോൾ എന്ത് വർക്ക് ചെയ്യാണോ? വർക്ക് ചെയ്യുന്നുണ്ട്, ടീച്ചറാണ്. സെയിം സ്കൂളിൽ തന്നെയാണോ? മറ്റൊരു സ്കൂൾ. വേറെ ഏതാണ് സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്നത്? ഫിസിക്സ് ആണ്. ഓക്കെ സാർ, കൂടുതൽ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നില്ല, എനിക്കൊരു പേടിയില്ലായില്ല. നമുക്ക് മകളിലേക്ക് പോവാം. പേര് പറയൂ. എന്റെ പേര് അശ്വതി കീർത്തന. അശ്വതി കീർത്തന, 2 പേര്. അപ്പൊ കീർത്തന ഒരുപാട് കീർത്തനങ്ങളൊക്കെ പാടുന്ന ആളാണോ? പാടും. അപ്പൊ കീർത്തനക്ക് ഇഷ്ടമുള്ള കീർത്തനമാവാം അല്ലെങ്കിൽ സിനിമാ പാട്ടാവാം, ഏതെങ്കിലും ഒരു പാട്ട്. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ, ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ, ഒരു നോക്കു കാണാൻ, ഒരു വാക്കു കേൾക്കാൻ, ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാൻ, ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ.
ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. രണ്ടുപേരും പരിചയപ്പെട്ടതിൽ സന്തോഷം.